നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 1 പീലീസ് വില്ലേജ്. കഴിഞ്ഞ ദിവസം നമ്മൾ പീലീസ് വില്ലേജിലെ കുറേ ഭാഗങ്ങൾ പഠിച്ചതാണ്. എല്ലാ കൂട്ടുകാരും ക്ലാസ് കണ്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പീലീസ് വില്ലേജ്. ടു പീലീസ് വില്ലേജ്. വി ആർ ഗോയിങ് ടു പീലീസ് വില്ലേജ് ടുഗദർ. നമ്മൾ ഒന്നിച്ച് എവിടേക്ക് പോവുകയാണ്? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ബാഗിൽ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് എവിടേക്ക് പോകുന്നു? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. കൂട്ടുകാരിയെ കാണുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബാഗിൽ എല്ലാ സാധനവും എടുത്തു വെച്ച് കാണുമല്ലോ അല്ലേ? ആർ യു റെഡി? യെസ്. നമുക്കപ്പോൾ പതുക്കെ എവിടേക്ക് പോകാം? പീലിയുടെ വില്ലേജിലേക്ക് പോകാം. ടു പീലീസ് വില്ലേജ്. ഹിയർ പീലീസ് 4 ഫ്രണ്ട്സ്. ഹു ആർ ദേ? നീനു, വിക്കി, അപ്പു ആൻഡ് ചമേലി. ഹിയർ നീനു ഈസ് സെഡ് ദാറ്റ് ഷോൾ വി സിംഗ് എ ട്രാവൽ സോങ് ടുഗദർ. നമുക്ക് ഈ യാത്രയിൽ ഒരു പാട്ടൊക്കെ പാടി പോയാലോ? നമ്മളും അങ്ങനെയല്ലേ കൂട്ടുകാരെ? നിങ്ങൾ യാത്ര പോകുമ്പോൾ ബസ്സിലിരുന്ന് പാട്ടൊക്കെ പാടാറില്ലേ? പാട്ട് കേൾക്കാറില്ലേ? അതുപോലെ നീനും പറയുകയാണ്, നമുക്ക് പാട്ടൊക്കെ പാടി പോയാലോ? അപ്പോഴേക്കും ആര് പാടാൻ തുടങ്ങി? വിക്കി. വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. ഞങ്ങളുടെ വഴിയിലേക്ക് ലോകം കാണാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് എന്ന് വിക്കി പാടാൻ തുടങ്ങി. ഡു യു നോ ട്രാവൽ സോങ്സ്? നിങ്ങൾക്കും കൂട്ടുകാർക്കും അറിയത്തില്ലേ നല്ല പാട്ടുകൾ യാത്ര പോകുമ്പോഴുള്ള? കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം ആസ് ഗ്രൂപ്പ്സ് ഇൻ ക്ലാസ്. റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. അങ്ങനത്തെ ട്രാവൽ സോങ്സ് എഴുതാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ധാരാളം യാത്രാഗാനങ്ങളുണ്ട്. യാത്രയിൽ സന്തോഷത്തോടെ നമ്മൾ പാടുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ. അടുത്ത ഭാഗത്തിലേക്ക് പോയാൽ പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജ് കാണാൻ കഴിയുന്നുണ്ട്. ചിത്രത്തിൽ നോക്കിയാട്ടെ. ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അതുകൊണ്ട് നോക്കൂ, അതാണ് പീലിയുടെ ഗ്രാമം. കൂട്ടുകാർ ഒരുമിച്ച് ട്രാവൽ സോങ് ഒക്കെ പാടി പോവുകയാണ്. There is പീലി. അപ്പു സെഡ്. ലുക്ക്, there is പീലി. നോക്കിയാട്ടെ, അവിടെ ആര് നിൽക്കുന്നു? പീലി നിൽക്കുന്നു. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം. വൈ ആർ യു സോ ലേറ്റ്? അപ്പോൾ പീലി ചോദിക്കുകയാണ്, ഞാൻ എത്ര സമയമായിട്ട് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾ താമസിച്ചത്? വൈ ആർ യു സോ ലേറ്റ്? റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? എന്തുകൊണ്ടായിരിക്കാം അവർ താമസിച്ചത്? പല കാരണങ്ങൾ കൊണ്ട് താമസിക്കുക അല്ലേ? ദ മെയിൻ റീസൺ ഫോർ ദ ഡിലേ വാസ് ദ ബാഡ് റോഡ്. എന്താണ്? നല്ല അല്ലാത്ത റോഡുകളായിരിക്കാം ചിലപ്പോൾ. ആൻഡ് എൻജോയിങ് ദ സൈറ്റ്സ് ഇൻ ദ വില്ലേജ് വാസ് ഓൾസോ ദ റീസൺ ഫോർ ദ ഡിലേ. മറ്റൊരു കാരണം എന്തായിരിക്കാം ചിലപ്പോൾ? എൻജോയിങ് ദ സൈറ്റ്സ് അല്ലേ? അവർ ചിലപ്പോൾ എന്തെല്ലാം എൻജോയ് ചെയ്തിരിക്കാം? സൈറ്റ്സ്, ഈ കാഴ്ചകളൊക്കെ കണ്ട്, വില്ലേജിലെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് നടന്നതുകൊണ്ടുമായിരിക്കാം അവർ താമസിച്ചത്. ചിലപ്പോൾ റോഡ് നല്ലതായിരിക്കത്തില്ല, ബാഡ് റോഡായിരിക്കാം. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അവർക്ക് നടന്നോ ഒക്കെ വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം താമസിച്ചത്. അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്ത് നടന്നതുകൊണ്ട് ആയിരിക്കാം താമസിച്ചത് എന്നൊക്കെ നമുക്ക് കാരണങ്ങൾ അവിടെ എഴുതാം. കം ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് എവിടേക്ക് പോകാം? വീട്ടിലേക്ക് പോകാം എന്ന് ആര് പറയുന്നു? പീലി സെഡ്. കൂട്ടുകാരോട് പറഞ്ഞു. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്? നമുക്ക് ചില പ്രതീക്ഷകളുണ്ട് അല്ലേ? ഇവിടെ പോകുമ്പോഴും നമുക്ക് ചില പ്രതീക്ഷകളുണ്ട് ഗ്രാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തെക്കുറിച്ച്. ഇവിടെ പീലിയുടെ വില്ലേജിനെ കുറിച്ച് എന്താണ് നമ്മുടെ പ്രതീക്ഷകളെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം? സറൗണ്ടഡ് ബൈ ഹിൽസ്. ചിലപ്പോൾ അവിടെ നിറയെ കുന്നുകളുണ്ടായിരിക്കാം. ഫീൽഡ് എന്താ? നിറയെ വയലുകളുണ്ടായിരിക്കാം. ഫാർമേഴ്സ് വർക്കിംഗ് ഇൻ ദെയർ. അവിടെ
ആര് വർക്ക് ചെയ്യുന്നുണ്ടാവാം? കൃഷിക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. കോക്കനട്ട് ഗ്രോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ ഫീൽഡ്സ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ ഉണ്ടായിരിക്കാം. ലഷ് ഗ്രീൻ ട്രീസ്, നിറയെ ഇടതൂർന്ന മരങ്ങൾ. മഡ് റോഡ്, ചെളി നിറഞ്ഞ വഴികൾ അല്ലേ, റോഡുകൾ. ബേർഡ്സ് ആർ ഫ്ലൈയിങ് അറൗണ്ട് ദ ഹൗസസ്, വീടിന് ചുറ്റും എന്താണ് പക്ഷികളൊക്കെ പറക്കുന്നുണ്ടാവാം അല്ലേ. എന്താണ് പിന്നെ സ്മോൾ ഹൗസസ്, ചെറിയ ചെറിയ വീടുകളുണ്ടാവാം. ഇതൊക്കെ ആയിരിക്കാം നമ്മളുടെ പ്രതീക്ഷകൾ അല്ലേ ഒരു ഗ്രാമത്തെക്കുറിച്ച്. ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്ത് വരയ്ക്കാം നോട്ട്ബുക്കിലേക്ക് പീലിയുടെ വില്ലേജ് എങ്ങനെയുണ്ടെന്ന് അല്ലേ. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ടു ഹെൽപ്പ്. ടീച്ചറിൻ്റെ സഹായവും അതിൽ തേടാം. നമുക്ക് എവിടെ എത്താൻ? പീലിയുടെ വില്ലേജ് മനോഹരമായിട്ട് വരച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ പീലിയുടെ വില്ലേജ് ആവും. ഹിൽസ്, ഫീൽഡ്സ്, അതുപോലെ ദ ഫാർമേഴ്സ് വർക്കിംഗ് ഇൻ ദെയർ ഫീൽഡ്, കോക്കനട്ട് ഗ്രോസ്, പിന്നെന്താണ് ലഷ് ഗ്രീൻ ട്രീസ്, മഡി റോഡ്സ്. ഇതെല്ലാം ചേരുമ്പോൾ എന്താണ് പീലിയുടെ വില്ലേജ് ആവും. മനോഹരമായിട്ട് വരയ്ക്കണേ കൂട്ടുകാരെ. ദിസ് ഈസ് മൈ അമ്മ. എന്നിട്ട് ആരാണ്? പീലി സെഡ് ദിസ് ഈസ് മൈ അമ്മ. യു നോ, ലുക്ക് ദിസ് ഈസ് മൈ അമ്മ. നോക്കിയാട്ടെ, ഇതാണ് എൻ്റെ അമ്മ. അമ്മ എപ്പോൾ എന്താണ് പറയുന്നത്? അമ്മ സെഡ് കമോൺ എവരിബഡി, എല്ലാവരും അകത്തോട്ട് വരൂ. യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്, ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. എന്താണ് പറഞ്ഞ അമ്മ? എല്ലാവരും നടന്ന് ഒരുപാട് ക്ഷീണിച്ചു. ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്, ഒരുപാട് നിങ്ങൾ ക്ഷീണിച്ചു നടന്ന്. ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം ആദ്യം കഴിക്കാമെന്ന് പീലിയുടെ അമ്മ അവരോട് പറഞ്ഞകത്തേക്ക് ക്ഷണിച്ചു. ദെൻ വിക്കി സെഡ്, വിക്കി എന്താ അപ്പം പറഞ്ഞതെന്ന് നോക്കിയാട്ടെ. ഐ ഹാവ് ബോട്ട് മൈ ഓൺ ഫുഡ് ഫോർ ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം. ഹൂ സെഡ്? വിക്കി സെഡ്. വൈ വിക്കി സെഡ് ദാറ്റ്? എന്തുകൊണ്ടാണ് വിക്കി അത് പറഞ്ഞത്? നേരത്തെ നമ്മൾ പഠിച്ചതാണ്. വിക്കിയുടെ വീട്ടിൽ എന്താണ് അവന് ഇത് കിട്ടിയില്ല. ആദ്യം അവന് പെർമിഷനൊന്നും കിട്ടിയില്ല എന്ന് അവൻ പറയുന്നുണ്ട് അല്ലേ. അവന് കിട്ടിയില്ല. അപ്പോൾ പെർമിഷൻ കഴിഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് അവനോട് എന്താണ്, സ്ട്രിക്റ്റ്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദെയർ. ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് അവൻ്റെ അമ്മ, ഹിസ് മദർ സെഡ് ദാറ്റ് നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദെയർ. നീ പൊയ്ക്കോ, പക്ഷേ അവിടെ നിന്നൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് ഐ വിൽ ഈറ്റ് ദാറ്റ്, അത് ഞാൻ കഴിച്ചോളാം എന്നാരോട് പറഞ്ഞു? പീലിയുടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ പീലി എന്താ പറഞ്ഞത്? ഓ ഹൗ ഹോട്ടി ഹീസ്, നീ വലിയൊരു പൊങ്ങച്ചക്കാരൻ, എന്താണ് നിനക്ക് വലിയ പവറാണില്ലേ എന്ന് ആര് പറഞ്ഞു? പീലി പറയാണ്. അവന് മാത്രം വലിയൊരു ഗമ കാണിക്കുകയാണ് അവൻ, നീ മാത്രമെന്ന് കൂട്ടുകാരി പീലി അവനെ സ്നേഹത്തോടെ ശാസിക്കുകയാണ്. അപ്പോൾ പീലിയുടെ അമ്മ പറയാണ്, ഡിയർ ഈസ് ഇൻ ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി? ഇത് തന്നെയല്ലേ നീ ദിവസവും കഴിക്കുന്നത് വീട്ടിൽ നിന്നുള്ളത്? ട്രൈ ഈറ്റിംഗ് ദിസ്, ഇന്ന് ഇത് കഴിച്ചു നോക്കൂ. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ അവർ ഓൺ ഫീൽഡ്. ഇവിടുത്തെ റൈസ് എങ്ങനെയുള്ളതാണ്? ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ വയലിൽ ഉണ്ടാക്കിയ റൈസാണ്, അരിയാണ്. വി മിൽ ഈറ്റ് അവർ സെൽഫ് അല്ലേ. വി മിൽ ഈറ്റ് അവർ സെൽഫ്, ഞങ്ങൾ തന്നെയാണിത് അവിടുത്തെ മില്ലിൽ പാകപ്പെടുത്തി എടുത്തതാണ്. ആൻഡ് ദെൻ ദർ ഈസ് ടപ്പിയോക്ക, ഇവിടെ എന്തുകൊണ്ട്? ടപ്പിയോക്കയുണ്ട്, കപ്പയുണ്ട്. ദർ ഈസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദ റിവർ. അതുപോലെ ഈ മീൻ എങ്ങനെയുള്ളതാണ് അവിടുത്തെ? പീലിയുടെ അച്ഛൻ തന്നെ അവരുടെ ഗ്രാമത്തിലെ നദിയിൽ നിന്ന് പിടിച്ചതാണ്. ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ്, അത് വെച്ചതാരാണ്? അവളുടെ അച്ഛൻ തന്നെയാണ് ആ ഫിഷ് കറി വെച്ചത് എന്ന് പീലിയുടെ അമ്മ പറയുകയാണ്. എന്ന് വെച്ചാൽ അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ റൈസും അതുപോലെ തന്നെ ടപ്പിയോക്ക, ഫിഷ് അച്ഛൻ തന്നെത്താനെ സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയ കറി, അങ്ങനെയുള്ളതാണ്. നീ എന്നും വേറെ ഭക്ഷണമല്ലേ, വീട്ടിലെ ഭക്ഷണമല്ലേ കഴിക്കുന്നത്, ഇന്നിതൊന്ന്
ട്രൈ ചെയ്ത് നോക്കൂ, ഇത് കഴിക്കൂ എന്നാണ് പീലിയുടെ അമ്മ അവനോട് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. കഴിച്ചതിന് ശേഷം എന്താണ് വിക്കി പറയുന്നത്? ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. അയ്യോ, ഒത്തിരി, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര രുചികരമായ ആഹാരം കഴിക്കുന്നത്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ഇതുപോലത്തെ ഒന്നും തന്നെ വീട്ടിൽ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ദെൻ അപ്പു സെഡ്, അപ്പു എന്ന് പറഞ്ഞു, പീലി ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്. ഈ ആഹാരം വളരെ നല്ലതാണ്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്. വളരെ രുചികരമാണിത്. യു ഷുഡ് ഷെയർ ദ റെസിപ്പി. ഓക്കെ, ഇതിൻ്റെ റെസിപ്പി, പാചകക്കുറിപ്പ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ആര് ചോദിച്ചു? അപ്പു ചോദിക്കുകയാണ് പീലിയോട്. വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. അപ്പോൾ അവളെന്താ പറഞ്ഞത്? വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. നമുക്ക് അച്ഛനോട് തന്നെ അത് ചോദിക്കാം. കാരണം എന്താ? ഹി മെയ്ഡ് ഹിസ് ഓൺ, എന്താണ്, ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഹിസ് ഫാദർ ഹിംസെൽഫ്. അവളുടെ അച്ഛൻ തന്നെയാണ് ആ കറി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അവളങ്ങനെ പറഞ്ഞത്. ദെൻ പീലീസ് മദർ സെഡ്, ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്. അച്ഛൻ എവിടെയാ? വയലിലാണ്. ഗോ ദെയർ, അവിടേക്ക് പോകൂ. യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു. അച്ഛനെയും കാണാം, ഗ്രാമം മുഴുവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പീലിയുടെ അമ്മ പറയുന്നത്. ഷോൾ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ. അപ്പോൾ അവരുടെ സംശയങ്ങളൊക്കെ ആരോട് ചോദിക്കുന്നു? പീലിയുടെ അച്ഛനോട് ചോദിക്കുകയാണ്. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ദാറ്റ് ടീച്ചർ വിൽ ഓൾസോ ഹെൽപ്പ്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കണം, ചോദ്യാവലി. അഭിമുഖം നടത്തുന്നതിന് മുമ്പ്, ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യാവലിയാണ് തയ്യാറാക്കേണ്ടത്. അതിന് ടീച്ചർ നിങ്ങളെ സഹായിക്കും. ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്ത് തരാം. അതിനു മുമ്പ് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം? എപ്പോഴും ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ എന്താണോ നമ്മുടെ സബ്ജക്റ്റ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. ഇപ്പോൾ ഇവിടെ റെസിപ്പിയുടെ വേണേൽ ചോദിക്കാം, എങ്ങനെ കൃഷി കാര്യങ്ങൾ ചോദിക്കാം, കൃഷി ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നു, എങ്ങനെ വളം ഉപയോഗിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആരുടെ അച്ഛനോട് ചോദിക്കേണ്ടത്? പീലിയുടെ ഫാദറിനോട്, അല്ലെങ്കിൽ ഒരു കർഷകനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാത്രം ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദാറ്റ്സ് ഹൗ വി മേക്ക് ഫുഡ്. അങ്ങനെ ഒക്കെയാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നതെന്ന് ആര് പറയുകയാണ്? പീലീസ് ഫാദർ. ഇവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ദെൻ നീനു സെഡ്, നൈസ്, ഐ ടു വാണ്ട് ടു സീ ലേൺ കുക്ക് ഓൾ ദീസ്. നന്നായിട്ടുണ്ട്, എനിക്കും ഇതെല്ലാം പാചകം ചെയ്യാൻ പഠിക്കണം എന്നാണ് ആര് പറയുന്നത്? നീനു പറയുന്നത്. നീനുവിന് ഇതൊക്കെ കേട്ടപ്പോൾ എന്ത് ഇൻട്രസ്റ്റായി? ഇൻ കുക്കിങ്ങിൽ അവൾക്ക് ഇൻട്രസ്റ്റായി. അവൾ പറയുകയാണ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദീസ്. ഇതൊക്കെ പാചകം ചെയ്യാൻ ഞാനും പഠിക്കും, എനിക്കും പഠിക്കണം. ഷോൾ വി മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ്. നമുക്കും അതുപോലെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ? പ്രിപ്പയർ എ ഡിഷ് യൂസിങ് എഡിബിൾ ഐറ്റംസ് കളക്റ്റഡ് ഫ്രം യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ ആ ഡിഷ് പ്രിപ്പയർ ചെയ്യണം, ആഹാരം പാചകം ചെയ്യണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ് പ്രിപ്പയർ ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ക്ലാസ് റൂം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുമായി ചേർന്ന് വേണം ചെയ്യാൻ. അമ്മയോടോ അല്ലെങ്കിൽ മറ്റു മുതിർന്ന ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് വേണം ഇത് ചെയ്യാൻ. ഹോപ്പ് യു വുഡ് ഷെയർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ബ്രിങ് വിത്ത് എവരി വൺ ഇൻ ദ ക്ലാസ്. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കുമായിട്ടത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച്, പിന്നെ പീലിയുടെ വീട്ടിൽ നിന്ന് പീലി തന്നെ അവരുടെ വീട്ടിലുണ്ടാക്കിയ റൈസ് കൊണ്ട്, ടപ്പിയോക്ക കൊണ്ട്, ഫിഷ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നിങ്ങളും ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്ത് കൂട്ടുകാർക്കായിട്ട് കൊടുക്കുമല്ലോ അല്ലേ? ഐ ലൈക്ക്ഡ് ദിസ് പ്ലേസ് വെരി മച്ച്. ഹൂ സെഡ്? വിക്കി പറയാണ്, എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ബട്ട് അങ്കിൾ, ഐ ഹാവ് എ ഡൗട്ട്. പക്ഷേ അങ്കിൾ, എനിക്കൊരു സംശയമുണ്ട്. വോണ്ട് യു ഫീൽ ബോർഡ് വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? നിങ്ങൾക്കാർക്കും ഇവിടെ ബോറടിക്കില്ലേ? ഇവിടെ വൈഫൈ ഇല്ല, നെറ്റില്ല അല്ലേ? നെറ്റ് കവറേജ് ഒന്നും കിട്ടത്തില്ല ഈ ഗ്രാമത്തിൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിക്കത്തില്ലേ? സമയം പോകുമോ എന്നാണ് വിക്കിയുടെ സംശയം. ഹി സെഡ്
ടു പീലീസ് he asked to പീലീസ് ഫാദർ. പീലിയുടെ അച്ഛനോട് ചോദിക്കുകയാണ്. വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം പീലി? വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം പീലി? നീ എനിക്ക് ഇഷ്ടമുള്ള ഗെയിമൊന്നും കളിക്കാതെ എങ്ങനെ നീ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിക്കും? ഹൗ ഡു യു ഫീൽ ഹാപ്പി വിത്തൗട്ട് എനി ഗെയിംസ്? ഒരു ഗെയിമും കളിക്കാതെ നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും പീലി? ഇഫ് വി വെയർ ഇൻ സിറ്റി വി കുഡ് ഡു മെനി തിങ്സ്. ഞങ്ങൾ നഗരത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം കളിക്കാൻ എൻജോയ് ചെയ്യാനുള്ള സമയമുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നെറ്റ്വർക്ക് കവറേജ് ഉണ്ട്, വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. ഇവിടെ ഇതൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണ് സമയം കളയുന്നത് എന്നാണ് ആരുടെ ഡൗട്ട്? വിക്കീസ് ഡൗട്ട്. ദെൻ അപ്പു സെഡ്, ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. പക്ഷേ അപ്പുവിൻ്റെ അഭിപ്രായം എന്താണ്? ഇറ്റ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ സിറ്റി. എനിക്ക് തോന്നുന്നത് ഇത് നമ്മളുടെ സിറ്റിയേക്കാൾ, നഗരത്തേക്കാൾ വളരെ മനോഹരമായ സ്ഥലമാണ് എന്നാണ് അപ്പുവിൻ്റെ അഭിപ്രായം. വൈ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സെഡ് ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി? എന്തുകൊണ്ടാണ് ഒരേ നഗരത്തെക്കുറിച്ച് അപ്പുവും വിക്കിയും രണ്ട് അഭിപ്രായം പറഞ്ഞത്? എന്തായിരിക്കും കൂട്ടുകാരെ? അത് തന്നെ. വിക്കി ഈസ് എ റിച്ച് ബോയ്, ഹിസ് സറൗണ്ടിങ്സ് ആർ ഡിഫറെൻറ്റ്. ബട്ട് അപ്പു ഈസ് എ പുവർ ബോയ്, ഹിസ് സറൗണ്ടിങ്സ് ആർ അനദർ. അവൻ്റെ ചുറ്റുപാടുകൾ മറ്റൊന്നാണ്. അപ്പു വേറൊരു ചുറ്റുപാടിൽ നിന്ന് വരുന്നു. വിക്കി മറ്റൊരു ചുറ്റുപാടിൽ നിന്നാണ് വരുന്നത്. ഹിസ് ഫാദർ ഈസ് എ റിച്ച് ബിസിനസ് മാൻ, വിക്കീസ് ഫാദർ. മമ്മി ഹിസ് ഫാദർ വാസ് എ ബിസിനസ് മാൻ ആൻഡ് ഓൾസോ എന്താണ്, ഹിസ് മോം റൺസ് എ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അവൻ്റെ അമ്മ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ നടത്തുന്നുണ്ട്. ബട്ട് അപ്പു ഈസ് എ പുവർ ബോയ്, ഹി ലിവ്സ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. അവൻ സിറ്റിയിലാണേലും ഒരു ചേരിയിലാണ് താമസിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്, ഹി ഹാവ് ഓൺലി മദർ, അവനമ്മ മാത്രമേ ഉള്ളൂ. ഷീ വർക്ക്സ് ഇൻ എ ടെക്സ്റ്റൈൽ മിൽ, അവരൊരു ടെക്സ്റ്റൈൽ മില്ലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ രണ്ടായതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒരേ സിറ്റിയെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത്. ദർ ആർ വേരിയസ് ഗെയിംസ് ഹിയർ ടു. അപ്പോൾ പീലീസ് ഫാദർ സെഡ് ദാറ്റ്, മറുപടിയായിട്ട് എന്ത് പറഞ്ഞു? ഇവിടെ ഒരുപാട് ഗെയിമുണ്ട്, കളികളുണ്ട്. കമോൺ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. വരൂ, എൻ്റെ കൂടെ വരൂ, നമുക്ക് പോയി കാണാം ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിക്കുന്നത്, അവർ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, എൻജോയ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. കമോൺ എവരിബഡി എന്ന് ആര് പറഞ്ഞു? പീലീസ് ഫാദർ. കമോൺ വി ക്യാൻ ഓൾസോ ഗോ വിത്ത് പീലീസ് ഫാദർ ആൻഡ് സീ ദ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് ഫൺ ഇൻ ദ വില്ലേജ്. നമുക്കും പീലിയുടെ അച്ഛനോടൊപ്പം എവിടേക്ക് പോകാം? ഗെയിം കാണാൻ, പല പല കളികൾ ഗ്രാമത്തിലെ കാണാൻ ഒന്നിച്ച് പോകാം. ദ റസ്റ്റിക് ബ്യൂട്ടി, എന്താണ് അവിടുത്തെ മനോഹാരിത എന്ന് നോക്കാം. അവിടുത്തെ എന്താണ്, ഗ്രാമത്തിലെ കളികൾ എന്തൊക്കെയാണ്? വില്ലേജേഴ്സ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അവിടുത്തെ വില്ലേജിലെ ഗ്രാമവാസികൾ എന്ത് ചെയ്യും? ആഴ്ചയിൽ മാർക്കറ്റിൽ, അവിടെ ചന്തയിൽ വന്നിട്ട് ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, അവർ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും അവരുടെ മാർക്കറ്റിൽ. കണ്ടോ, ചിത്രത്തിൽ കാണാമല്ലോ. കണ്ടോ, അവിടുത്തെ മാർക്കറ്റിൽ അവരുടെ സാധനങ്ങൾ കൊടുക്കുന്നു, വാങ്ങുന്നു. കണ്ടോ, തൊപ്പി, എല്ലാവരുടെ തലയിലും തൊപ്പിയുണ്ട്. പീലിയുടെ ഫാദർ അവർക്ക് തൊപ്പി വാങ്ങിക്കൊടുത്തിരിക്കുക. Phyllis' father gifted her friends that made a coconut fronds, baskets and clothes. എന്താണ്, അച്ഛൻ അവർക്ക് സമ്മാനമായിട്ട് എന്ത് കൊടുത്തു? നമ്മുടെ ഓല കൊണ്ടുള്ള തൊപ്പിയും ബാസ്ക്കറ്റും ഒക്കെ അവർക്ക് വാങ്ങിക്കൊടുത്തു. നിങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ കൂട്ടുകാരെ? വാട്ട് തിങ്സ് ക്യാൻ യു മേക്ക് ഔട്ട് ഓഫ് കോക്കനട്ട് ഫ്രോൺസ്, പേപ്പർ എക്സെട്ര. ഈ ഓല കൊണ്ട് നമുക്ക് തൊപ്പി ഉണ്ടാക്കാം, പന്തുണ്ടാക്കാം, അതുപോലെ കൊട്ട, വട്ടി, ഇതൊക്കെ ഉണ്ടാക്കാം. അതുപോലെ പൂക്കളുണ്ടാക്കാം, കടലാസ് കൊണ്ട് കുടയുണ്ടാക്കാം. ആ ചിത്രങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ അറിയാമോ? അറിയാമെങ്കിൽ ഉണ്ടാക്കി കാണിക്കുക.
ദർ ആർ മെനി സച്ച് പോൺസ് ഇൻ ദ വില്ലേജ്. ഇതുപോലെ ധാരാളം കുളങ്ങൾ എവിടെയുണ്ട്? ഇൻ പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമത്തിലുണ്ട്. മൈ ഫ്രണ്ട്സ് ആൻഡ് മൈസെൽഫ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോൺസ്. പീലി പറയുകയാണേ, ഞാനും എൻ്റെ കൂട്ടുകാരും എന്ത് ചെയ്യും? ഇതുപോലെയുള്ള കുളത്തിൽ നീന്തി ഞങ്ങൾ എൻജോയ് ചെയ്യും, സമയം കളയും എന്നാണ് പീലി പറയുന്നത്. ദർ ആർ മെനി സച്ച് പോൺസ് ഇൻ ദിസ് വില്ലേജ്. ഇതുപോലെ ധാരാളം, ഒന്നല്ല ഒരുപാട് കുളങ്ങളുണ്ട്, അവിടെ ഞങ്ങൾ നീന്തി കളിച്ച് രസിക്കുമെന്നാണ് പീലി പറയുന്നത്. ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ഓൾ എൻജോയിങ്. അപ്പം നീനു പറയാണ്, അയ്യോ ഈ സന്തോഷങ്ങളെല്ലാം കണ്ട് എനിക്കങ്ങ് സന്തോഷമായി. ഹൗ ഹാപ്പി, എത്ര സന്തോഷമായിരുന്നു എനിക്കിതെല്ലാം കണ്ടിട്ട്, ഈ കുളവും കൂട്ടുകാരുടെ കളികളും ഒക്കെ കണ്ട് ഞാൻ ഒരുപാട് എനിക്ക് സന്തോഷമായി എന്നാണ് നീനു പറയുന്നത്. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ്, കാളപ്പൂട്ട് മത്സരം, അങ്ങനെ ഒരു മത്സരം എവിടെയുണ്ട്? പീലീസ് വില്ലേജ്. ആർ ഹെൽഡ് ഇൻ ഫീൽഡ് ദാറ്റ് ഹാവ് ബീൻ പ്ലോവ്ഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവസ്റ്റ്. രണ്ടാമത്തെ വിളവെടുപ്പിന് ശേഷം അവരെന്ത് ചെയ്യും? കാളപ്പൂട്ട് മത്സരം നടത്തും. അതും അവരുടെ ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു ഗെയിമാണ് കാളപ്പൂട്ട് മത്സരം. ഇതായി കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഇതാണ് കാളപ്പൂട്ട് മത്സരം. ഇതാ മറ്റൊരു ഗെയിമാണ് അവിടെ. അതിലും അവർ എൻജോയ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. മറ്റൊരു കാഴ്ച കാണിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലെ മറ്റൊരു ഉത്സവമാണ്. ഒരു കാഴ്ച കാണിച്ചുകൊണ്ട് ആര് പറയുന്നു? പീലി പറയാണ്. ആർ ഇൻ ദെയർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ടു. നമ്മുടെ പ്രദേശത്തും വ്യത്യസ്തതരമായ എന്തുണ്ടാവാം? ആഘോഷങ്ങളും ഉത്സവങ്ങളുമൊക്കെ ഉണ്ടാകാം പ്രാദേശികമായിട്ട്. ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻസ് സച്ച് ആസ് ഫെസ്റ്റിവൽസ്. ഇങ്ങനത്തെ എന്തെങ്കിലും ആഘോഷങ്ങൾ പണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് മുതിർന്നവരോട് ചോദിച്ച് കൂട്ടുകാരെല്ലാം മനസ്സിലാക്കണം. ഫീസ്റ്റ്, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ, ഊരൂസ്, ഫെയേഴ്സ്, സ്പോർട്സ് കോമ്പറ്റീഷൻ, അതുപോലെ കായിക മത്സരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ, അതിനെക്കുറിച്ച് നിങ്ങളൊരു വിവരണം തയ്യാറാക്കാം, ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ലൊക്കാലിറ്റിയിൽ. ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ് ഓഫ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ദീസ് ഫസ്റ്റ് വിത്ത് ദ എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. അത് കാണാൻ നിങ്ങൾക്ക് അവസരം ഇപ്പോഴും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കാണുക. കൂടാതെ എന്ത് ചെയ്യണം? അത് ക്ലാസ്സിൽ കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യുകയും വേണം. അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുകയാണ്? യാത്ര ചെയ്യുകയാണ് ഗ്രാമത്തിലൂടെ. ഇരുട്ടായി, നോക്കിക്കേ, ഈ ചിത്രം നോക്കിയാട്ടെ. ഇപ്പോൾ ഇരുട്ടായി, രാത്രിയായി. യു ആർ ദ റിട്ടേണിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പീലി അറ്റ് നൈറ്റ് ആഫ്റ്റർ ദ വാച്ചിങ് the sights in the village. How about composing the singing a song at this time? Shall we compose a song titled My Village? Write a song covering the village you have seen and Pili's village and sing it to the class in your own rhythm. അപ്പോൾ അവരങ്ങോട്ട് പോയപ്പോഴും എന്ത് ചെയ്തു? ഒരുപാട് ഗാനങ്ങളൊക്കെ പാടി, ഇല്ലേ? അതുപോലെ തിരിച്ചും അവരുടെ വരവിൽ എന്തുണ്ട്? പാട്ടൊക്കെ പാടി അങ്ങനെ തിരിച്ചും അവർ രസിച്ച് പോകുകയാണ്. ഈ ചിത്രം നോക്കിയാട്ടെ. ഇത് രാത്രിയിലെ ഒരു കാഴ്ചയാണ്, ആകാശ കാഴ്ചയാണ്, അല്ലേ? നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ ആകാശത്തുണ്ട്. അവരുടെ കൂട്ടുകാർ പീലിയും കൂട്ടുകാരും ആ കാഴ്ച കാണുന്ന മനോഹരമായ ദൃശ്യം. ഇതുപോലത്തെ ആകാശ കാഴ്ചകൾ കൂട്ടുകാരെ നിങ്ങളും കാണാറില്ലേ രാത്രിയിൽ? ആ കാഴ്ചകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചിത്രമായിട്ട് വരയ്ക്കണം. ഫൈൻഡ് എ സ്പോട്ട് ഇൻ യുവർ പ്ലേസ് വെയർ യു ക്യാൻ സീ എ നൈറ്റ് വ്യൂ. രാത്രി കാഴ്ചയാണ് ആകാശത്തെ. വാട്ട് ആർ ദ സൈറ്റ്സ് ഡു യു സീ? എന്തൊക്കെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണും? അത് വരയ്ക്കുക. ലെറ്റ്സ് ഡ്രോ ദം. ഓർഗനൈസ് എ പിക്ചർ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് വിത്ത് ഓൾ ദ പിക്ചേഴ്സ് ഡ്രോൺ ബൈ ഓൾ ഓഫ് യു അണ്ടർ ദ ടൈറ്റിൽ മൈ നൈറ്റ് ആൻഡ് സ്കൈ. എൻ്റെ രാത്രിയും ആകാശവും എന്ന ടൈറ്റിലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചിത്രം വരച്ച് കൂട്ടുകാരെല്ലാവരും അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ്? നീനു സെഡ് ടു പീലിയോട് പറയുകയാണ്,
എത്ര സന്തോഷമാണ് നിൻ്റെ ഗ്രാമവും ഗ്രാമവാസികളും. I just can't wait to tell Amma about these sights. Appu said that I just can't wait to tell Amma about these sights. ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയുവാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് അപ്പുവും സന്തോഷത്തോടെ പറഞ്ഞു. I thought city life alone has fun. That thought changed after this trip. വിക്കി എന്താ പറഞ്ഞത്? വിക്കിക്ക് തെറ്റായ ധാരണയുണ്ടായിരുന്നു. സിറ്റി ലൈഫാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ആയിരുന്നു അല്ലേ, ഫണ്ണൊക്കെ ആണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അത് തെറ്റായിപ്പോയി. എന്താണ് ദാറ്റ് തോട്ട്, അവൻ്റെ ആ ചിന്ത ഈ ട്രിപ്പോടുകൂടി, ഈ യാത്രയോടുകൂടി മാറിയെന്നാണ് വിക്കി പറയുന്നത്. ഐ തോട്ട് സിറ്റി ലൈഫ് എലോൺ ഹാസ് ഫൺ. സിറ്റിയിലെ ജീവിതം മാത്രമാണ് രസകരമെന്ന് ഞാൻ കരുതി. ദാറ്റ് തോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. ഈ യാത്രയോടുകൂടി അതെനിക്ക് അവസാനിച്ചു എന്നാണ് അവൻ പറയുന്നത്. മൈ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. പീലിയല്ല ചമേലി പറയുകയാണ്, എൻ്റെ അമ്മ പറയാറുണ്ട് ഞങ്ങളുടെ പ്രദേശത്തെ ഗ്രാമവും ഇതുപോലെയാണ്. ചമേലി ഈസ് എ നേറ്റീവ് ഓഫ് ആസാം അല്ലേ, നേറ്റീവ് ഓഫ് ആസാം, ആസാംകാരിയാണ് ആര്? ചമേലി. അവളുടെ ഗ്രാമവും ഇതുപോലെയാണെന്നാണ് അവളുടെ അമ്മ പറഞ്ഞിട്ടുള്ളതെന്നാണ് ചമേലി പറയുന്നത്. Friends who visited Pili's village with you have shared their opinion. Don't you also have something to say about Pili's village? Right? How the sights, the village influenced you. നമ്മളും ഈ 4 കൂട്ടുകാരോടൊപ്പം കാഴ്ചകളൊക്കെ കണ്ടു ഇല്ലേ? അപ്പോൾ നമുക്കും ചില പ്രതീക്ഷകളൊക്കെ പീലിയുടെ വില്ലേജിനെ കുറിച്ചുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് കൂട്ടുകാർ നോട്ട്ബുക്കിലേക്ക് ഷെയർ ചെയ്ത് എഴുതുക. അതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് നന്നായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. സിറ്റിയുടെയും വില്ലേജിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കുക.